നമസ്കാരം, റിപ്പോർട്ടർ മലയാളിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വൻ വഴിത്തിരിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയ 50 പേരെയും നേരിട്ട് കാണുമെന്നും 4 സംഘങ്ങളായി മൊഴിയെടുക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 10 ദിവസത്തിനകം മൊഴിയെടുപ്പ് പൂർത്തിയാക്കുമെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സർക്കാർ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വിപുലമായ മൊഴിയെടുപ്പിനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയ 50 പേരെയും നേരിട്ട് ചെന്ന് കാണും. 4 സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും ഇവരിൽ നിന്ന് മൊഴിയെടുപ്പ് നടത്തുക. റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടാത്തതിൽ വിമർശനം ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ നടക്കുന്നത്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട WCC അംഗങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെത്തിക്കൊണ്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികൾ സംബന്ധിച്ച പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിന്റെ പേരിൽ സ്വകാര്യത ലംഘിക്കപ്പെടുന്നുണ്ട് എന്നാണ് 5 അംഗ സംഘം ആവശ്യപ്പെട്ടത്. വനിതകൾക്ക് ലൊക്കേഷനിൽ സൗകര്യം ഉറപ്പാക്കണമെന്നും ഹേമ കമ്മിറ്റി സിനിമാ മേഖലയിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച ശുപാർശകൾ നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലയാള സിനിമാ മേഖലയിൽ പെരുമാറ്റച്ചട്ടം നടപ്പാക്കണം എന്ന് നേരത്തെ തന്നെ WCC ആവശ്യപ്പെട്ടിരുന്നു. സിനിമയിലെ എല്ലാ തൊഴിലുകൾക്കും കൃത്യമായ കരാർ കൊണ്ടുവരണമെന്നും ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള വ്യവസ്ഥകളും കരാർ ഭാഗമാകണമെന്നും സംഘടനയ്ക്ക് നിലപാടുണ്ട്. സിനിമാ മേഖലയുടെ സമഗ്ര പുനർനിർമ്മാണത്തിന് പുതിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ പരമ്പര പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരമ്പരയിലെ ആദ്യ നിർദ്ദേശം എന്ന നിലയിലാണ് തൊഴിൽ കരാർ ആവശ്യം ഉന്നയിച്ച് നേരത്തെ WCC രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.